ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ജീന. എല്ലാവർക്കും സുഖാന്ന് കരുതണോ? നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫ്രണ്ട്സിനും അയൽപ്പക്കക്കാർക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ കൊടുക്കും. എന്നിട്ടും ബാക്കിയാവുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അതിനൊരു വില നിശ്ചയിച്ച് വിൽക്കും. നമുക്ക് അത്രയധികം വിലയില്ലാത്ത ചില വസ്തുക്കൾ അത് കിട്ടാത്തവർക്ക് വലിയ വിലയുള്ളതായിരിക്കും. ഉദാഹരണത്തിൽ ചില രാജ്യങ്ങളിലൊക്കെ വീടിന്റെ മുറ്റത്ത് പോലും ആപ്പിൾ ഇങ്ങനെ പഴുത്ത് വിളഞ്ഞ് താഴെ വീണ് ആർക്കും വേണ്ടാതെ നാശമായി കിടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിലെ നല്ല ഇനം ആപ്പിളുകൾക്ക് 200 രൂപയ്ക്ക് മുകളിലാണ് വില. അപ്പൊ ഡിമാൻഡ് ഉള്ളിടത്ത് ഒരു സാധനത്തിന്റെ സപ്ലൈയും കൂടും. ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി എല്ലായിടത്തും നമുക്ക് കാണാനും ആവും. അത്തരത്തില് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വസ്തുവാണ് സ്ത്രീകളുടെ ശരീരം എന്നത്. ഒരു നോർമൽ സൈസിൽ നിന്ന് വ്യത്യസ്തമായി അല്പം സൈസ് ഉള്ള സ്ത്രീ ശരീരത്തിന് ഡിമാൻഡ് ഇപ്പോ ഇരട്ടിയാണ്. സ്വതവേ മനുഷ്യന്മാർക്ക് ഈ വലിയ സൈസ് ഉള്ളതിനോട് കുറച്ച് ഇഷ്ട കൂടുതലുണ്ട്. വലിയ വീട്, വലിയ കാറ്, വലിയ പൂന്തോട്ടം, വലിയ തുണിക്കട എന്ന് വേണ്ട, വലുതിനോട് മനുഷ്യന്മാർക്ക് ഒരിത്തിരി താല്പര്യം കൂടുതൽ. ആ ഒരു താല്പര്യം സ്ത്രീ ശരീരങ്ങളോടും ഉണ്ട്. നോർമൽ ശരീരമുള്ള ഒരു സ്ത്രീയോടും അവയവങ്ങളുടെ വലുപ്പം അല്പം കൂടുതലുള്ള സ്ത്രീകളോടും ആളുകൾക്കുണ്ടാവുന്ന കാഴ്ചപ്പാട് വിഭിന്നമാണെന്ന് ഇപ്പൊ നടക്കുന്ന ഉദ്ഘാടന മാമാങ്കങ്ങൾ കണ്ടാൽ തന്നെ മുൻപൊക്കെ ഇത്തരം പരിപാടികൾക്ക് ആനയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുന്നപ്പോ അവിടെ കൂടിയിരുന്നവർക്കൊക്കെ ആനയുടെ ചെവിയിട്ടാട്ടലും പിന്നെ അതിന്റെ തുമ്പിക്കൈ ഉയർത്തിയുള്ള ആ കളികളൊക്കെ ഒരു ദർശന സുഖം നൽകുന്നത് പോലെ, പിന്നെ ആനയുടെ വാലിലൊക്കെ ഇടയ്ക്ക് തൊടാൻ കിട്ടുന്ന അപൂർവമായ സ്പർശന സുഖം എല്ലാം കിട്ടിയിരുന്നത് പോലെ നല്ല സൈസുള്ള പെണ്ണുങ്ങളെ ഉദ്ഘാടനത്തിന് വിളിച്ച് ഒരു ആനക്കണി തന്നെ ഉദ്ഘാടനത്തിന് വരുന്ന നാട്ടുകാർക്ക് സമ്മാനിക്കാൻ മനസ്സ് കാണിക്കുന്ന കട മുതലാളിമാരെ നമ്മൾ ഈ അവസരത്തിൽ മറന്നുപോകും. ബോഡി ഷെയ്മിംഗ് ആണ് ഞാൻ ഈ പറയുന്നതെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ആളുകളെ തെറ്റായ രീതിയിൽ ആകർഷിപ്പിക്കാൻ വേണ്ടി ശരീരത്തിൽ മുഴച്ചിരിക്കണമെന്ന് നിർബന്ധമുള്ള ചില ഭാഗങ്ങളിൽ വെച്ചുകെട്ടലുകളുമായി ഇറങ്ങി ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നവരെ ഈ വെച്ചുകെട്ടലുകളുടെ പേരിൽ വിമർശിക്കുന്നത് ഒരിക്കലും ബോഡി ഷെയ്മിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരാളുടെ യഥാർത്ഥ ശരീരത്തെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന എന്തെങ്കിലും ന്യൂനതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കണ്ട് അതിനെ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ്, ഇപ്പൊ നിറവ്യത്യാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പരിഹസിക്കുന്നതിനാണ് നമുക്ക് ബോഡി ഷേമിംഗ് എന്ന് പറയാനാവുള്ളൂ. ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ട് സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യുന്നവരെ ആ പർട്ടിക്കുലർ ഫിറ്റിംഗ്സിന്റെ പേരിൽ പരിഹസിച്ചാൽ അത് ബോഡി ഷേമിംഗ് അല്ല. ഇങ്ങനെ ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വെച്ച് നടക്കുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അത് കണ്ട നാട്ടുകാർക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാനും അവകാശമുണ്ട്. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്തവരെന്ത് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായവും പറയും. ഈ സാരി നേരെയാക്കാൻ എന്ന വ്യാജേന പൊക്കിള് കാണിക്കലും മാറിടത്തിലേക്ക് തന്റെ കടമയെ ഓർത്ത് സ്വയം മറയായി കേറി നിന്ന സാരിയെ പിടിച്ചു വലിച്ചു താഴ്ത്തി ഒരെണ്ണം പുറത്തേക്കിട്ടുമൊക്കെ ആളുകൾക്ക് ദർശന സുഖം കൊടുക്കാൻ കഷ്ടപ്പെടുകയാണ് ചില ഉദ്ഘാടന റാണിമാർ. ഈ പൊക്കിള് കാണിക്കൽ സ്റ്റൈല് പണ്ടും സാരി ഉടുക്കലുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തേക്ക് ചില സ്ത്രീകളെ നമ്മള് കുറച്ച് പ്രായമുള്ളവരൊക്കെ നോക്കിയാൽ തന്നെ കാണാം, അവരുടെ ചെറുപ്പകാലം മുതലേ അവർ സാരിയൊക്കെ ഉടുത്തോണ്ടിരുന്നത് ഈ പൊക്കിളിന് താഴെയാണ്. അപ്പൊ ഈ പൊക്കിള് കാണുക എന്നുള്ളത് സാരി ഉടുക്കുന്ന വിഷയത്തില് അത്ര വലിയ കോൺട്രവേഴ്സി കാര്യങ്ങളൊന്നുമല്ല. എന്നാലും പണ്ടൊക്കെ സാരി ഉടുത്തിരുന്നത്, ഇപ്പൊ ഞാൻ നല്ല എന്റെ ഒരു 10 വർഷമൊക്കെ മുന്നേ ഉള്ള പെൺകുട്ടികളൊക്കെ സാരി ഉടുത്തോണ്ടിരുന്നത് നമ്മൾ നന്നായിട്ട് പിന്നൊക്കെ ചെയ്ത് 10-250 പിന്നെ ആ സമയത്ത് ഉപയോഗിക്കുന്നുള്ളത് വേറെ കാര്യം. കാരണം ഏതെങ്കിലും ഒരു പാട്ട് പുറത്ത് കാണുമെന്നുള്ള പേടിയിൽ വയറിന്റെ സൈഡിൽ നിന്ന് പിന്നെടുത്ത് മുന്താണിന്റെ സൈഡിൽ കയറ്റി കുത്തി അങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് ഇടം വരെ ഒരു പെൺകുട്ടികൾ സാരി ഉടുത്തോണ്ടിരുന്നത്. എല്ലാവരുടെ കാര്യമല്ല, ഞാൻ പറഞ്ഞു തൊട്ട് പൊക്കിള് കാണിച്ച സാരി ഉടുക്കുന്ന സ്ത്രീകൾ അന്നും ഉണ്ട്. പക്ഷെ ഇപ്പോ മാറിടത്തിലൊന്ന് പുറത്തേക്ക് ഇട്ടിട്ടും പിന്നെ ഈ ഇരുമാറുകൾക്ക് നടുവിലൂടെ ഈ ഹരണചിഹ്നം ഇടൂലേ, അപ്പുറത്തും ഇപ്പുറത്തും 2 കുത്തും നടുക്കിൽ ഒരു വരയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ സാരി എടുക്കുന്നത്, അതാണ് ഇപ്പത്തെ ഒരു സ്റ്റൈല്. അതായത് സാരി കുറച്ചും കൂടി മുകളിലോട്ട് കയറിയിരുന്നാല് അതിനെ ഒന്ന് വലിച്ച് താഴ്ത്തോട്ട് ഇട്ടിട്ട് ആ ഒരെണ്ണം പുറത്ത് കാണിക്കുക എന്നുള്ളത് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ പലർക്കും ഭയങ്കര ഒരു സമാധാനക്കേടായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഈ ഉദ്ഘാടനം കാണുമ്പോഴൊക്കെ മനസ്സിലാവും ആ ഒരെണ്ണം ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെ വല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ സാരി അങ്ങ് കയറിപ്പോയാലും അതിനെ സൂത്രത്തിൽ വലിച്ചിട്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ അത് അങ്ങനെ തന്നെയാണേ എന്നുള്ള രീതിക്ക് ഈ സൂത്രത്തിൽ വലിച്ചിടാൻ വേണ്ടിയിട്ട് ഇരുന്ന് പെടുന്ന പാട്. കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഫാഷനിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ മുൻപ് ചുരിദാർ ഇടുമ്പോൾ ഷാൾ ഇടാണ്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഷാൾ എന്ന് പറയുന്ന സാധനം ചുരിദാറിന് വേണ്ട എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് സാരിയുടെ കാര്യത്തിലും. കാലം മാറുന്നതിനനുസരിച്ച് ഈ സൈഡ് തൂങ്ങലും പിന്നെ വലിച്ചു കയറ്റലും ഹരണച്ചിനും ഒക്കെ സ്വാഭാവികമായിട്ടും വരും. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണല്ലോ ഈ സപ്ലൈയും കൂടുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന വലിയ സൈസിന്റെ ആരാധകര് ആണുങ്ങൾ മാത്രമല്ല കേട്ടാ, സ്ത്രീകളും ഈ വിശാലതയെ സ്നേഹിക്കുന്നവരാണെന്ന് ഉദ്ഘാടന പ്രദർശനം കാണാനെത്തുന്ന സ്ത്രീകളുടെ കണക്കെടുത്താൽ തന്നെ മനസ്സിലാവും. ഈ വലിയ സൈസ് ഇങ്ങനെ കണ്ട് കണ്ട് കൊതിയും വിട്ടിരിക്കുന്ന പുരുഷന്മാര് ചിലപ്പോ തന്റെ ഭാര്യയുടെ ശരീരാവയവങ്ങള് ഒരു നോർമൽ സൈസിലാവുമ്പോ ഭാര്യയോട് അകാരണമായിട്ട് വെറുപ്പ് തോന്നാം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടാ പറയുന്നത്, പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. പക്ഷെ അത്തരക്കാര് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, സൈസിലും ഈ ഷേപ്പിലൊന്നും അല്ല കാര്യം എന്നുള്ളത്, വിശ്വാസത്തിലും വൃത്തിയിലുമാണ് സത്യത്തില്
അതിന്റെ ഒരു കാര്യം ഇരിക്കുന്നത്. ഇപ്പൊ ഒരു വലിയ വീടിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആ വീടൊന്ന് വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ എന്തോരം മെനക്കേടായിരിക്കും. ഓരോ നിലയിലും പ്രത്യേക ആളുകൾ ഏത് സമയവും മെനക്കെട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ ആ വീട് ഒരു വൃത്തിയിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അതേസമയം ഒരു ശരാശരി വലുപ്പമുള്ള ഒരു ഒതുങ്ങിയ വീട് കൊണ്ട് നടക്കാൻ അത്ര തന്നെ ഭാരോദ്വഹനവും വേണ്ട. ഒരാളൊക്കെ തന്നെ വിചാരിച്ചാല് അത് വൃത്തിയായി കൊണ്ടു നടക്കാൻ ധാരാളമാണ്. ചില പുരുഷന്മാര് ഈ മായയിൽ മുങ്ങിയിട്ട്, അതായത് ഈ വലുത് കണ്ട് 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 പിന്നെ തന്റെ ഭാര്യയുടെ ശരീരഭാഗങ്ങളുടെ വലിപ്പക്കുറവിനെ പരിഹസിച്ച് അവരെ വേദനിപ്പിക്കുക എന്നുള്ളത് ചില ഭർത്താക്കന്മാരുടെ ഒരു 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 രീതിയാണ്. അതിപ്പോ എങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ പാത്രത്തിൽ പാൽപ്പായസം കൊണ്ടുവച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ അത് 5-6 പട്ടികൾ നക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കൊള്ളുക? പട്ടികൾ നക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എച്ചിലായില്ലേ? ആ എച്ചില് തിന്നുന്നതിനേക്കാൾ അന്തസ്സില്ലേ ചെറിയ പാത്രമാണെങ്കിലും അടച്ചുറപ്പുള്ള പാത്രത്തിലെ പാൽപ്പായസം കഴിക്കുന്നത്. പക്ഷെ പലരും അത് മനസ്സിലാക്കുന്നില്ല. പലരും എന്താ, ഈ വലിയൊരു പാത്രത്തിലെ പാൽപ്പായസം കണ്ടിട്ട് അതിങ്ങനെ മോന്തി കുടിക്കാനുള്ള ആക്രാന്തത്തിലാണ്. പക്ഷെ അത് പട്ടി നക്കിയതാണോ, ഇനി പട്ടി കാലിട്ട് ഇളക്കിയതാണോ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. അത് എങ്ങനെയെങ്കിലും കുടിച്ച് തൃപ്തി അടയുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഈ ആർത്തിയോടെ മോന്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എച്ചിലാണ്. ശരി, സ്ത്രീ ശരീരങ്ങളുടെ വലിപ്പം കൂട്ടാനുള്ള പല ഇഞ്ചക്ഷൻസും അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതൊക്കെ കുത്തിവെച്ച് വലിപ്പം കൂട്ടി പണത്തിന് വേണ്ടി പ്രദർശിപ്പിച്ച് നടക്കുന്നവരെക്കാൾ അന്തസ്സും ആഭിജാത്യവും ഉണ്ട് കാണിക്കേണ്ടവന്റെ മുന്നിൽ മാത്രം കാണിക്കുന്ന സ്ത്രീ ശരീരങ്ങൾക്ക്. പക്ഷെ അത് പല ഭർത്താക്കന്മാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേദനാജനകം. ഞാൻ ഈ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വെച്ചു കെട്ടലുകളാണ് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലരുടെ മുൻകാലങ്ങളിലെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ വെച്ചിട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം കാണുമ്പോൾ അവരുടെ അവയവങ്ങൾക്കൊക്കെ ഒരു നോർമൽ സൈസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഈ ഉദ്ഘാടന വേദികളിലും ഫോട്ടോഷൂട്ടുകളിലേക്കൊക്കെ എത്തുമ്പോൾ അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക അവയവം ഇങ്ങനെ ഇത്രയും വലിയ രീതിക്ക് പ്രൊജക്ട് ചെയ്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അകത്ത് എന്തെങ്കിലും കൃത്രിമത്വം ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഈ ഇഞ്ചക്ഷനും മരുന്നൊക്കെ കുത്തിവെച്ച് വലിപ്പം കാണിച്ച് നടക്കുന്നത് കണ്ട് കണ്ണ് തള്ളി നടക്കുന്ന ഭർത്താക്കന്മാര് അവരുടെ ഭാര്യമാരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ അവയവങ്ങളുടെ ഈ വലിപ്പ വ്യത്യാസത്തിൽ കളിയാക്കുന്നതിന് മുമ്പ്, വേദനിപ്പിക്കുന്നതിന് മുമ്പ് അതിന് പിറകിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ. മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നത് തീർത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വെച്ചുകെട്ടലുകൾ നടത്തിയിട്ട് ലൈംഗിക ദാരിദ്ര്യം പൈസയാക്കാൻ ശ്രമിക്കുന്നവര് വിമർശനങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരുമാണ്. ഒരു വ്യക്തിക്ക് അവൻ ഇഷ്ടമുള്ള ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം. പിന്നെ ഈ മാന്യതയുടെ അളവുകോൽ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഈ വലുതിനോടുള്ള അഭിനിവേശം മൂത്ത് സ്വന്തം ഭാര്യമാരെ കണ്ണീര് കുടിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരെങ്കിലും ഓർക്കുക, ചെറിയ പാത്രത്തിൽ അടച്ച വൃത്തിയുള്ള പായസത്തിന് തന്നെയാണ് രുചിയും ഗുണമേന്മയും കൂടുതലെന്ന്. അത് മനസ്സിലാക്കി സ്വയം നിയന്ത്രിക്കാൻ നട്ടെല്ല് വേണമെന്ന് മാത്രം.